ബിബി ലൈവ് റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഒരു ഗംഭീര ട്വിസ്റ്റ് തന്നെയാണ് ഇപ്പൊ ലൈവിൽ കണ്ടോണ്ടിരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ബിഗ് ബോസ് ആ തീരുമാനം പറയുന്നത്. അനീഷിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയെങ്കിലും അവസാനം അനീഷ് തന്നെയാണ് ക്യാപ്റ്റൻ ആയിരിക്കുന്നത്. ബിഗ് ബോസ് അങ്ങനെ ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കാനായിട്ട് ഒരു ടാസ്ക് കൊടുക്കുന്നു. ടാസ്ക് ലെറ്റർ ഒക്കെ വായിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു ഫോമും അതുപോലെ ഒരു പേപ്പർ പ്ലേറ്റും തരും. അതില് ഫോം അടിച്ച് ക്യാപ്റ്റൻ ആവാൻ അർഹതയില്ലാത്തവരുടെ മുഖത്ത് പുരട്ടണം. അതാണ് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ലെറ്ററിൽ വായിച്ച് മനസ്സിലാക്കിയ കാര്യം. ടാസ്ക് ലെറ്ററിൽ വായിച്ച് മനസ്സിലാക്കിയ പ്രകാരം അനീഷ് നേരെ ഫോം മുഖത്ത് പുരട്ടുന്നത് ശാരികയുടെ ആയിരിക്കും. അങ്ങനെ ശാരികയെ പുരട്ടാനുള്ള കാരണവും പറയുന്നു. ഇന്ന് ഞങ്ങൾ തമ്മില് കുറച്ച് സംസാരം ഉണ്ടായി. അതില് അവര് നടത്തുന്ന ഷോയില് അവര് വിളിച്ചു വരുത്തുന്ന ഗസ്റ്റുകളോട് എല്ലാം പറഞ്ഞതിന് ശേഷമാണ് അവർ ഇന്റർവ്യൂ എടുക്കുന്നത്. എല്ലാം വെറും ഒരു നാടകമാണ്, ജനങ്ങളെ വെട്ടിയാക്കുകയാണെന്ന് ശാരിക തന്നെ പറഞ്ഞു എന്ന് അനീഷ് പറയുന്നു. എന്നാ ശാരിക അത് സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ ഭാഗം ക്ലിയർ ആക്കി, അത്രമാത്രം എന്ന് ശാരികയും പറയുന്നു. അതിനെ തുടർന്ന് പിന്നീട് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് അനീഷിനെ ആയിരിക്കും. അനീഷിന്റെ മുഖത്താണ് ബാക്കി എല്ലാവരും ഫോം തേക്കാൻ തുടങ്ങിയത്. അതില് അനുവിന്റെയും രേണുവിന്റെയും എല്ലാ മുഖത്ത് ഫോം പുരട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫോം മുഖത്തായത് നമ്മുടെ അനീഷിന്റെ തന്നെയാണ്. അങ്ങനെ അവസാനം ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്, ആരുടെ മുഖത്താണ് തീരെ ഫോം ആവാത്തത്. ഇത് കേൾക്കുന്നതും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കൈ ഉയർത്തുന്നുണ്ട്. എന്നാ ബിഗ് ബോസ് പറയുന്നു, എന്താടോ എഴുന്നേറ്റ് നിന്നൂടെ എന്ന്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പോ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ടാസ്ക് ലെറ്റർ എല്ലാവരും വായിച്ചിരുന്നോ? എല്ലാവരും പറയുന്നു, ആ ബിഗ് ബോസ് ഞങ്ങൾ വായിച്ചല്ലോ. കൃത്യമായിട്ട് വായിച്ചോ? വായിച്ചെന്ന് എല്ലാവരും പറയുന്നു. എന്നാലേ ഏഴിന്റെ പണിയെന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, എല്ലാം ശരിയായി വായിച്ചു നോക്കണ്ടേ. ഇനിയിപ്പോ ആരെ ക്യാപ്റ്റൻ ആയെന്ന് ഞാൻ പറഞ്ഞാലോ? അതോടുകൂടി എല്ലാവരുടെയും മുഖം ഒന്ന് മാറുന്നുണ്ട്. അനീഷ് ആണെങ്കിൽ തല താഴ്ത്തി ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ക്യാപ്റ്റൻ ആയത് അനീഷ് ആണെന്ന് പറയുന്നു. ഏറ്റവും കൂടുതൽ ഫോം മുഖത്തായ അനീഷാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ഒരുപാട് കുറ്റങ്ങളൊക്കെ ചാർത്തിയാണ് അനീഷിനെ അവര് കുറ്റപ്പെടുത്തി ഫോം മുഖത്തൊക്കെ തേച്ചത്. ആകെ കൂടെ ചമ്മിയാണ് എല്ലാവരും നിൽക്കുന്നത്. ടാസ്ക് ലെറ്റർ വ്യക്തമായിട്ട് ആരും വായിച്ചില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ അമളി പറ്റിയത്. എന്തായാലും ഇത്തവണ അനീഷിന്റെ ഭാഗത്താണ് ദൈവമുള്ളത്. അതുകൊണ്ട് തന്നെ അനീഷ് തന്നെയാണ് ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീണ്ടും ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.